ആര് പറഞ്ഞു? ഇവിടെ 3, 4, 7 പേര് കാണുന്ന പടമാണ്. ആരും ഇല്ലല്ലോ തിയേറ്ററിൽ. കണ്ടോണ്ടിരിക്കാം. സൂപ്പർ, പറയാനില്ല, കൊള്ളാം. ഇൻവെസ്റ്റിഗേഷൻ ആണ്, നല്ല പടം. പടം സാധാരണ ഒരു ധ്യാൻ ശ്രീനിവാസൻ്റെ പടം എക്സ്പെക്ട് ചെയ്ത് വന്നവർക്ക് ഇതൊരു വിരുന്നാണ്. കാരണം ബാക്കിയുള്ള സിനിമ അപേക്ഷിച്ച് മെച്ചപ്പെട്ട സിനിമ, ഒരു സസ്പെൻസ് നിലനിർത്തി പോകുന്നുണ്ട്. കുറച്ച് ലോജിക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എന്നിരുന്നാലും കണ്ടിരിക്കാവുന്ന ഒരു പടമാണ്. കുറച്ച് മെച്ചപ്പെട്ട പടം. പക്ഷേ റീസെൻ്റ്ലി വന്നതിലും ധ്യാൻ്റെ കുറച്ച് ഭേദപ്പെട്ട പടം, അത്രേ ഉള്ളൂ. വലിയ ഇതൊന്നുമില്ല. പടം കൊള്ളാം, കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കാം. ത്രില്ലിങ്ങാ, ധ്യാൻ സൂപ്പർ. കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കാം, ലാഗൊന്നുമില്ല. എൻ്റെ ഫാനാണ്, അതുകൊണ്ട് ധ്യാൻ നല്ലതായിട്ട് ചെയ്യുമല്ലോ. കോമഡി കുറവാണ്. കോമഡി വലിയ കോമഡി ഇല്ല, കോമഡി അല്ല, പക്ഷേ ത്രില്ലിംഗ് ആണ്, കാണാം, കണ്ടുകൊണ്ടിരിക്കാം, കുഴപ്പമില്ല. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ കൊള്ളാം, ത്രില്ലിംഗ് ആണ്. ധ്യാനിൻ്റെ അഭിനയമൊക്കെ കൊള്ളാം, കോമഡി വിട്ട് കൊള്ളാം. ട്രെയിലർ കണ്ടിട്ടാണ് വന്നത്, റൈറ്റർ ഡയറക്ടർ അത് കണ്ടിട്ടാണ് വന്നത്. കുഴപ്പമില്ല, എബോവ് ആവറേജ്, അത്ര തന്നെ ഉള്ളൂ. അടുത്ത് പറയാൻ നല്ലൊരു സ്ക്രിപ്റ്റ് ഉണ്ട്, അത് നീറ്റായിട്ട് മേക്ക് ചെയ്തിട്ട് പോയിട്ടുണ്ട്. ആവറേജ് ഒരു എബോവ് ആവറേജ് പോയിട്ടുണ്ട്. ധ്യാന ആസ് യൂഷ്വൽ അതേപോലെ പോയിട്ടുണ്ട്. ഷാജു നന്നായിട്ട് ത്രില്ലിംഗ് അങ്ങനെ ഒരു ഭയങ്കര സീറ്റ് അടിച്ച് അങ്ങനെ ത്രില്ലിംഗ് ഇല്ല, പക്ഷേ സസ്പെൻസ് ഉണ്ട്, എന്താകും എന്നുള്ളൊരു ക്യൂരിയോസിറ്റി പടം നിലനിർത്തി പോകുന്നുണ്ട്. നല്ല ഡയറക്ഷൻ, നല്ല ഒരു പുതുമയുള്ള ഒരു കഥയാണ്.